ദേശീയ വാർത്തകളുമായിട്ട് രാകേഷ് ചേരുകയാണ്. ദേശീയ തലത്തിൽ ഇന്ന് വളരെ ശ്രദ്ധിക്കുന്ന വാർത്ത, ജമ്മുകാശ്മീരിലെ വോട്ടെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ബിജെപിക്കാണെങ്കിലും PDPക്കാണെങ്കിലും നാഷണൽ കോൺഫറൻസിനൊക്കെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ നമുക്ക് അറിയുന്ന പോലെ 24 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുക. ഒപ്പം അതിഷി, ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി സത്യപ്രതിജ്ഞ ഉടനുണ്ടാകും അതിഷിയുടേത് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഫ്രം തൃശൂർ. എന്തൊക്കെയാണ് ദേശീയ തലത്തിലെ വാർത്തകൾ? വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു ജമ്മുകാശ്മീരിൽ? അശ്വതി, ഷംന, ഗുഡ് മോർണിംഗ്. ഏതായാലും വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 7 മണിക്ക് തന്നെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷം ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. കാരണം 2014 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്ത് 29 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അന്ന് ജമ്മു കശ്മീർ സംസ്ഥാനമായിരുന്നു. ഇപ്പോൾ ജമ്മു കശ്മീർ 10 വർഷത്തിന് ശേഷം 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സംസ്ഥാനമല്ല, അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28ആയി കുറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 വർഷത്തിന് ശേഷം ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 24 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇന്ന് വിധി എഴുതുന്നത്. അതായത് 4 ജില്ലകളിലായുള്ള 16 മണ്ഡലങ്ങൾ കശ്മീർ മേഖലയിൽ നിന്നും 3 ജില്ലകളിൽ നിന്നായുള്ള 8 മണ്ഡലങ്ങൾ അത് ജമ്മു മേഖലയിൽ നിന്നും വോട്ടെടുപ്പ് നടക്കുന്നു. കശ്മീർ മേഖലയിൽ, തെക്കൻ കശ്മീർ മേഖലയിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഷോപ്പിയാൻ, ഒപ്പം തന്നെ കുൽഗാം, ഒപ്പം അനന്ത്നാഗ്, പുൽവാമ, ഈ 4 ജില്ലകളിലായാണ് 16 മണ്ഡലങ്ങൾ കശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മുവിലേക്ക് വരുമ്പോൾ റംബാൻ, ഒപ്പം തന്നെ ദോഡ, കിഷ്ത്വാർ എന്നീ 3 ജില്ലകളിലെ 8 മണ്ഡലങ്ങൾ, അങ്ങനെ 24 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത് നടക്കുകയാണ്. നേരത്തെ അശ്വതിയും ഷംനയും സൂചിപ്പിച്ച പോലെ തന്നെ ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾ 370 അവിടെ പ്രചാരണത്തിൽ വലിയ വിഷയമായിരുന്നു. അപ്പോൾ എങ്ങനെ കശ്മീർ ജനത അതിനോട് പ്രതികരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കശ്മീർ മേഖല, പ്രത്യേകിച്ച് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന തെക്കൻ കശ്മീരിൽ പൊതുവെ നാഷണൽ കോൺഫറൻസ് സഖ്യം, നാഷണൽ കോൺഫറൻസും കോൺഗ്രസും CPM ആ സഖ്യത്തിന്റെ ഭാഗമാണ്. നാഷണൽ കോൺഫറൻസും PDPയും തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട പോരാട്ടം വരുന്നത്. കശ്മീർ മേഖലയിൽ നിന്ന് മാറി ജമ്മു മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലാണ്. ഏതായാലും 2014 നോക്കുകയാണെങ്കിൽ ഒറ്റക്കക്ഷിക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. PDP ആയിരുന്നു അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അന്ന് BJP PDPക്കൊപ്പം ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്നതാണ് പിന്നീട് കണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്തവണത്തെ വോട്ടെടുപ്പ് എന്നത്, അല്ലെങ്കിൽ ജനവിധി എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ച് 2019 ഓഗസ്റ്റ് 5 ശേഷം ജമ്മു കശ്മീർ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ എങ്ങനെ കശ്മീർ ജനത വിധി എഴുതും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമീപകാലത്തെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നോക്കുകയാണെങ്കിൽ കശ്മീരിൽ സമീപകാലത്ത് ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയത് 2024 58%. ഏതാണ്ട് 35 വർഷത്തിനിടയിലെ കശ്മീരിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ്. അതേ രീതിയിലൊരു പ്രതികരണം ജമ്മു കശ്മീർ ജനതയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ചില നിർണായകമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PDP നേതാവ്, ജമ്മുകശ്മീർ PDP നേതാവ് മെഹബൂബ് മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി ഇത്തവണ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ബിജ്വാര മണ്ഡലത്തിൽ നിന്നാണ് അവർ ജനവിധി തേടുന്നത്. ഒപ്പം തന്നെ കുൽഗാമിൽ നിന്ന് CPM നേതാവ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം യൂസഫ് അലി തരിഗാമി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം 4 തവണ അവിടെ തുടർച്ചയായി വിജയിച്ചതാണ്. CPM, കോൺഗ്രസും ഒപ്പം തന്നെ നാഷണൽ കോൺഫറൻസും നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ ഭാഗമായാണ് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മീർ കൂടി ദൂരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. 3ാം തവണയാണ് അദ്ദേഹം അവിടെ ജനവിധി തേടുകയും ചെയ്യുന്നത്. അങ്ങനെ ശ്രദ്ധേയമായ മത്സരങ്ങൾക്കും ജമ്മു കശ്മീർ ഏതായാലും വേദിയാകുന്നുണ്ട്. ഏതായാലും വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം, ജനാധിപത്യ ഉത്സവത്തിന്റെ ഭാഗമാകണം എന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ PDP ഒരു ആരോപണമായി വന്നിട്ടുണ്ട്. അതായത് ജമ്മു കശ്മീർ PD ഇൽത്തിജ മുഫ്തി തന്നെ അവരുടെ എക്സ് ഹാൻഡിലിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്, പണം നൽകി നാഷണൽ കോൺഫറൻസ് പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ജമ്മു കശ്മീർ PDP ഏതായാലും ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന്
ഡൽഹിയിലേക്ക് വന്നാൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം അതിഷി ഉന്നയിച്ചിരുന്നു. ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രത്യേക നിയമസഭാ സമ്മേളനം 26, 27 തീയതികളിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനു മുൻപായി സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം നിലവിലെ മന്ത്രിമാർ തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ചില കൂട്ടിച്ചേർക്കൽ പുതുമുഖങ്ങൾ മന്ത്രിസഭയിലേക്ക് വന്നേക്കും. കാരണം 7 പേരെ വരെ ഡൽഹിയിൽ മന്ത്രിമാരായി നിശ്ചയിക്കാം. മന്ത്രിസഭയിൽ 7 അംഗങ്ങളെ വരെ ഉൾപ്പെടുത്താം. അപ്പോൾ നിലവിൽ 7 അംഗങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ മന്ത്രിമാർ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ഇതിന്റെ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടിയുടെ യോഗം ഉടൻ ചേരുന്നുണ്ട്. ഒപ്പം നിലവിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്ന് കൂടി ആം ആദ്മി പാർട്ടി ഏതായാലും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അശ്വതി ഷംന. അതാണ് രാകേഷാണ് ദേശീയ വാർത്തകളുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും